ഒരു ചാക്ക് അരി വിതരണം ചെയ്തിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ആ പോസ്റ്റർ ഒട്ടിക്കാൻ തന്നെ ഒരു 10 ചാക്ക് മൈദ ചെലവായിട്ടുണ്ടാവും. എന്താ അതിന്റെ വ്യത്യാസം? അവർ ഈ രാജ്യത്ത് ചെയ്തു പോരുന്നത് അതാ. നമ്മളങ്ങനെയല്ല. ലോക പാർപ്പിട ദിനം എന്ന് പറയുന്ന ഒരു ദിനം കടന്നുപോയി. ലോകരത് ചർച്ച ചെയ്തില്ല. ഈ ബൈത്തുർ റഹ്മയെ കുറിച്ച് ഞാൻ വലിയ വിഷമത്തോടു കൂടി പറയാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളിലും ദൃശ്യ മാധ്യമങ്ങളിലൊന്നും ഇതൊന്നുമല്ല വിഷയം. സോണിയാഗാന്ധി കേരളത്തിൽ വന്നപ്പോ എന്തായി എന്തായി എന്നതായിരുന്നു ചർച്ച. ആകെ ഒരു പരുവത്തിലാക്കി. സോണിയാഗാന്ധി വന്നത് ഭൂരഹിതർക്ക് ഭൂമി നൽകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ്. പക്ഷേ ആ വഴിക്ക് ചർച്ചയെ കൊണ്ടുപോയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി പ്രതിഭാ പാട്ടേലിന് അധിക സമയം ചാനലിൽ കാണിച്ചിട്ടില്ല. സരിതനെ എത്ര ദിവസമായി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇതിൽ നിന്ന് നിലവാരം അളക്കുകയാണ് ആളുകൾ. പൂന്തുറ സിറാജിന് 3/4 മണിക്കൂർ കൊടുക്കും. ഇന്ത്യ ഭരിക്കുന്ന ഇ അഹമ്മദിന് 1/2 സെക്കൻഡ് ഇല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സംസാരത്തിനൊരുങ്ങുമ്പോഴേക്ക് മൈക്ക് മാറ്റിവെക്കും. എന്നാലോ ഇവിടെ ചില ഇതുവരെ കേരളത്തിൽ ഒരു പഞ്ചായത്ത് ഭരിച്ചിട്ടില്ലാത്ത പാർട്ടിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വൈകുന്നേരം തൊട്ട് രാവിലെ വരെയും ചർച്ചയ്ക്ക് അവസരം കൊടുക്കും. ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്നറിയ ലാഭം? ഞങ്ങളെ വലിപ്പം എന്താണെന്ന് ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഉബൈദുള്ളാക്കൊക്കെ വമ്പിച്ച ലീഡ് കിട്ടിയപ്പോ കണ്ണാണ്ട് തെള്ളിപ്പോയി. ഇത് എവിടുന്ന് വന്നെന്നുള്ളത് പിടുത്തല്ല. കാരണം എന്താ അറിയാം, നമ്മളെ വലിപ്പം ഇവരെ അളക്കാൻ നേരം ഉണ്ടായില്ല. അഥവാ നമ്മൾ വലിയ സമ്മേളനം എവിടെങ്കിലും നടത്തിയത് കാണാനും നേരമില്ല. കാണിക്കേണ്ടവരൊന്നും അത് കാണിച്ചു കൊടുക്കണമില്ല. അപ്പൊ ലീഗേര് അതൊരു സംഭവം ഒന്നല്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ബാപ്പുവേജിനേറ്റ് പടാളിക്ക് പോയി. ബാപ്പുവേജ് സൂപ്പറാണ്. അപ്പൊ ആ ബാപ്പുവേജിനേറ്റ് പടാളിക്ക് പോകുമ്പോ അങ്ങാടിയിലുള്ളവരോടൊക്കെ ചോദിച്ചു ബാപ്പുവേജ് എങ്ങനെയുണ്ട്. ഒന്നുമല്ല. അതിനനുസരിച്ചൊരു പോക്കെ ഇവര് പോയത്. പക്ഷെ ബാപ്പുവേജി എന്ന് പറഞ്ഞാൽ ഒരു പട പഠിച്ച അലുമണിക്കുളം നെളുങ്ങേരിയാണ് നെളുങ്ങും. അതുകൊണ്ട് എന്തായിന്നറിയാം, ആ ഒരൊറ്റ കഷകലിൽ തന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ മത്സരം ഉണ്ടായില്ല. അപ്പൊ നമ്മളെ വലിപ്പെന്താണ്, നമ്മുടെ കെൽപ്പെന്താണ്? ഇവിടെ ലീഗിന് ശത്രുക്കൾ ദിനേന കൂടുകയാണ്. ആ ദിനേന കൂടുമ്പോഴും ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ വണ്ണം കൂടുന്ന പാർട്ടിയായി പാണക്കാട് തങ്ങളുടെ പാർട്ടി മാറുകയാകുകയാണ്. നമ്മള് അന്തസ്സായിട്ട് എല്ലാം കൈകാര്യം ചെയ്തു. ഏത് വകുപ്പെടുത്താലും 5ാം മന്ത്രിയേക്കാൾ മുമ്പ് എന്റെ പൊന്നു CH അധികാര സിംഹാസനത്തിലിരുന്ന് 38 വകുപ്പ് ഒന്നിച്ച് കയ്യിൽ വെച്ചിരുന്നു. 38 വകുപ്പ് മഹാനായ CH ഒന്നിച്ച് കയ്യിൽ വെച്ച കാലത്ത് KG മാരാർ CHനെ വിളിച്ചത് CHM കോയ. C ഫോർ ക്രിസ്ത്യൻ, H ഫോർ ഹിന്ദു, M ഫോർ മുസ്ലിം. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ എന്ന്. ആഭ്യന്തരം നമ്മൾ കയ്യാളി. തൊട്ടാൽ പൊട്ടുന്ന ആഭ്യന്തരം. ഭക്ഷ്യവകുപ്പ് നമ്മൾ കയ്യാളി. നമ്മൾ തൊട്ടതൊക്കെ പൊന്നാക്കി. തൊട്ടതൊക്കെ നമ്മൾ പൊന്നാക്കി. എന്നാൽ ചില ആളുകൾ ചില വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഒരു വർഗത്തില്ലാതെ പോയ എത്ര വകുപ്പുണ്ട് നമ്മളെ നാട്ടിൽ നിന്നറിയാം. വളരെ അതീവ ഗൗരവമായി നാം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ റെയിൽവേ കൈകാര്യം ചെയ്തു. അതുപോലെ പല സംവിധാനങ്ങളും കൈകാര്യം ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ മതിപ്പുളവാക്കി. ഇ അഹമ്മദ് റെയിൽവേ മന്ത്രിയായ ശേഷമായ എറനാട് എക്സ്പ്രസ്, ഇ അഹമ്മദ് റെയിൽവേ മന്ത്രിയായ ശേഷമാണ് ഈ റെയിൽവേയുടെ ബജറ്റ് ഇലക്ഷന്റെ റിസൾട്ടിന് മുമ്പിൽ പഴയ കാലത്ത് റേഡിയോക്ക് മുമ്പിലും ഇപ്പൊ ടിവിക്ക് മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഇലക്ഷന്റെ ബജറ്റ് ആ റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്നത് പോലെയാണ് റെയിൽവേ ബജറ്റ് അറിയാൻ നമ്മുടെ കാക്കക്കാരണവന്മാർ കാത്തിരുന്നത്. എന്താ, നമ്മൾ ഒരു കാര്യത്തിൽ വന്നാൽ അതിൽ നമുക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. നാടിനോടുള്ള മമതയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്തിന്റെ നാനോന്മുഖമായ വികസന പ്രക്രിയകൾക്കും നന്മകൾക്കും ആക്കം കൂട്ടുകയും അതിന് നേതൃത്വം നൽകിയ പാർട്ടിയുമാണ്. നമ്മൾ ഈ പഴിയൊക്കെ കേൾക്കേണ്ടി വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞ പോലെ ഏറുകൊള്ളാൻ ഞങ്ങളാ ഉണ്ടായിരുന്നത്. കോളേജുകളും സ്ഥാപനങ്ങളും വന്നാൽ അവിടെ പണി എന്താ? നമ്മുടെ ശത്രുക്കൾക്ക് പണി അവിടെ SFI ഉണ്ടാക്കുക, അവിടെ ക്യാമ്പസ് ഫ്രണ്ട് ഉണ്ടാക്കുക. നമുക്ക് അവിടെ നമ്മൾ കോളേജ് ഉണ്ടാക്കും. എന്നാലും നമ്മൾ നാട്ടിൽ പൈപ്പ് ലൈൻ ഉണ്ടാക്കും. ഇവരോ കുമ്മായം കലക്കിയിട്ട് അതിമൊരു വരാം. ചെലവൊന്നുമില്ലല്ലോ, ചെറിയ ചെറിയ പരിപാടിയാണ്. അങ്ങനെ കുറെ സാധുക്കൾ. നമ്മൾ വലിയ വലിയ സംഭവങ്ങൾ നടത്തുമ്പോൾ ഇവര് ചെറിയ ചെറിയ, എന്നിട്ടോ വലിയ കാര്യം പറഞ്ഞു നടക്കും. നാട്ടിലൊക്കെ വലിയ 2ാം ഭൂസമരം, 1ാം ഭൂസമരം എന്നേ കഴിഞ്ഞെന്ന് ഓർമ്മയില്ല. 2ാം ഭൂസമരം, അതേപോലെ തന്നെ ഫലസ്തീൻ ഇന്ത്യ ഇടപെടുക,
അതേപോലെ മെഡിക്കൽ കോളേജ് വേഗത്തിലാക്കുക. അതിന്റെ ശേഷം സിമെന്റൊക്കെ എന്ത് സ്പീഡിലാണ് കുഴക്കണമെന്നറിയോ? അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയാണ് അത് വേഗത്തിലാക്കുക, ഇത് വേഗത്തിലാക്കുക. ഒരു പണിയില്ല, അധികം ആളൊന്നും ഉണ്ടാവില്ല, 1 2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ഹൗസിലൊക്കെ മീൻ നടക്കണമാതിരി ഒരു കൂട്ടാമ്പൊക്കെ വിട്ട് തയ്യില്ല എന്ന കൂട്ടായിട്ടേ നടക്കുള്ളൂ. ആളുകൾ ഇങ്ങനെ വെറുതെ നിരത്തി പോസ്റ്റർ, കാണുന്നോടത്തൊക്കെ പോസ്റ്റർ. എന്നാലോ എവിടെയും സംഘടന ഉണ്ടാവില്ല, ആളുണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, ഈ മൂലക്കുരുവിന്റെ പരസ്യം മാതിരി നമ്മൾ അങ്ങാടി കൂടി പോകുമ്പോ കാണാൻ സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു. അതുവഴി ബസ്സിന് പോകേണ്ടവന്റെ കൽബിൽ എന്താണെന്നറിയോ? ഈ മഹല് കംപ്ലീറ്റ് മൂലക്കുരാണ്. അല്ല, സോക്കറുള്ളത് 1 2 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ 2 ആളുണ്ട്, അതൊരു രസമാണ്. കുറെ ആളുകൾ എല്ലാവരും പടിഞ്ഞാട്ടാണെങ്കിൽ കുറെ ആൾ കേക്കോട്ട്, ലീഗ് കേക്കോട്ടാണെങ്കിൽ കുറച്ചാൾ പടിഞ്ഞാട്ട്. ഈ ലോകകപ്പൊക്കെ നടക്കുമ്പോ കാണാൻ കുറെ കുട്ടികൾ അർജന്റീന ഫാൻസ് അസോസിയേഷൻ, ചില കുട്ടികൾ ബ്രസീൽ ഫാൻസ് അസോസിയേഷൻ. അപ്പൊ ഇതിലൊന്നും പെടാത്ത ഭൂമഞ്ചം അങ്ങനെ വെറുതെ ഇരിക്കുന്നവരുണ്ടാവും. അവരിങ്ങനെ വെറുതെ സെനഗൽ ഫാൻസ് അസോസിയേഷൻ. സെനഗൽ ആദ്യത്തെ കളിയിൽ തന്നെ ഔട്ടാകുന്ന ടീമാണ്, എന്നാലും ഒരു രസമാണ് നമുക്ക് വേറിട്ട് നിൽക്കാറുള്ളത്. അങ്ങനെ കുറെ ആളുകൾ.